അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. ആലത്തൂർ വരെ ഒന്ന് പോവാം. നമുക്ക് കുറച്ച് പർച്ചേസൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് പുറമേക്ക് ഇറങ്ങി കേട്ടോ. ഇത് വീടിൻ്റെ പരിസരത്താണ്, അടുത്ത് തന്നെ വീടിൽ നിന്ന് ഇറങ്ങിയതുള്ള കാഴ്ചയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ റോഡ്. അപ്പോൾ ആ സൈഡിൽ കാണുന്നൊരു ഷോപ്പ് കണ്ടോ, ഒരു കട, അവിടെയാണ് നമ്മൾ വരാറുള്ളത് കേട്ടോ. ഒരു കുഞ്ഞൊരു ബാങ്ക് ഉണ്ട് അവിടെ. ഷാഹിലേ എവിടെ കാണാനില്ല? എവിടെ? ഇതിലേക്ക് നോക്കിയേ, ക്യാമറയ്ക്ക് നോക്കിയേ. ഹായ് ഹായ്. JCB കാരുടെ അടുത്ത് ഇരുന്നോട്ടാ, കാണട്ടാ. പാലം കേട്ടോ. അന്ന് ഞാൻ അന്ന് ഞാൻ പണിയിലായിരുന്നു എന്ന് പറഞ്ഞില്ലേ, പാലത്തിന്റെ പണിയിലായിരുന്നു. നിന്ന് ഏകദേശമൊക്കെ ഇപ്പോ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ? ഓക്കെ, കുറച്ച് വർക്കുകളൊക്കെ ഉണ്ട്, റോഡിന്റെ പണികളൊക്കെ ഉണ്ട് കേട്ടോ, ടാറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും ഇതാണ് റോഡിന്റെ അവസ്ഥ കേട്ടോ. സോറി, പാലത്തിന്റെ അവസ്ഥ. പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ. ഇത് മൊത്തം ഇവിടെ മെറ്റലും സംഭവങ്ങളൊക്കെ ഇട്ടിരിക്കുകയാണ്. ഇനി ടാറിങ്ങിൻ്റെ കുറച്ച് പണിയുണ്ട്. നമ്മുടെ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്തൊക്കെ പോയതാണ് പാലം. വീതി കുറവുള്ളൊരു പാലമായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ നല്ല വീതിയൊക്കെ കൂട്ടി സെറ്റാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പുഴ, ഗായത്രി പുഴയില്ലേ, ഗായത്രി പുഴ കേട്ടോ. അപ്പോൾ വീതിയൊക്കെ കൂട്ടി അടിപൊളിയാക്കി ബസ്സുകളൊക്കെ ഓടി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ വർക്കുകളൊക്കെ അധികം താമസിയാതെ ബാക്കിയുള്ള വർക്കൊക്കെ കഴിയും. ഇനി അടുത്തത് ഞാൻ പരക്കാട്ടുകാവ് കാണിക്കാൻ കേട്ടോ. നമ്മുടെ കാവശ്ശേരി പൂരമൊക്കെ നടത്തുന്ന ഒരു ഭഗവതി ക്ഷേത്രമുണ്ട്. അതാ കണ്ടോ കാണുന്നത്? അതാണ് പരക്കാട്ടുകാവ് ഭഗവതി ക്ഷേത്രം. അപ്പോൾ പൂരമൊക്കെ ആവാറായി കേട്ടോ. അപ്പോൾ ആ ക്ഷേത്രത്തിൽ കുറച്ച് അകത്തോട്ട് ഉള്ളിലോട്ട് പോകണം ക്ഷേത്രം കേട്ടോ. അപ്പോൾ ഒരുപാട് നല്ല ഫേമസായ പൂരമാണ് നമ്മുടെ കാവശ്ശേരി പൂരം. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 15 മിനിറ്റ് ദൂരമാണ് ആലത്തൂരിലുള്ളത് കേട്ടോ, ടൗണിലോട്ട്. നമ്മുടെ ടൗൺ ആലത്തൂർ ടൗണാണേ. 10 മിനിറ്റ് കേട്ടോ ഏകദേശം. നമ്മൾ കുറച്ചൊക്കെ ഒന്ന് 10 മിനിറ്റ്, അല്ലെങ്കിൽ പതുക്കെ പോവുകയാണെങ്കിൽ ഒരു 15 മിനിറ്റ്. നമുക്ക് അത്യാവശ്യമൊക്കെ ടൗണിലേക്ക് വരണമെങ്കിൽ നമുക്ക് ആലത്തൂർക്ക് വരണം. നമ്മൾ ആ ഭാഗത്തോട്ട് എത്താറായി കേട്ടോ. അങ്ങനെ നമ്മൾ ആലത്തൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. പതുക്കെ പോ. എന്താണ് കാണിക്കുന്നത്? നിങ്ങൾ റോങ് സൈഡിൽ കൂടെ ഒന്നും കയറണ്ട, നല്ല രീതിക്ക് പോ. ഈ സെൽഫിക്കാക്കി വണ്ടി കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്പീഡ് കൂടുതലാണ് കേട്ടാ. പറയുന്നതായിരുന്നു പതുക്കെ പോകാൻ പറ ഷായില്. പതുക്കെ പോ. ജീവനുകളാണ് വണ്ടിക്കുള്ളിലിരിക്കുന്നത് പുറമേ. ഇതാണ് സ്കൂളാണ് കേട്ടോ. ആ റൈറ്റ് സൈഡ് ബ്ലൂ കളർ കണ്ടോ? ഞങ്ങളൊക്കെ പഠിച്ച സ്കൂളാണിത് കേട്ടോ. ASM, അതുപോലെ ഗേൾസ് 2 ഹയർ സെക്കൻഡറി സ്കൂളാണ് നമ്മുടെ ആലത്തൂരുള്ളത്. കേട്ടാ പോണെന്നറിയോ? എൻ്റെ പുരികം ഒന്ന് ത്രെഡ് ചെയ്യണം കേട്ടോ. ആ ഒരു ശീലം എനിക്കുണ്ട്. അപ്പോൾ എന്തായാലും ആലത്തൂർ വരുന്ന സമയത്തേ അത് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് പുരികം ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് കയറാം കേട്ടോ. ഓക്കെ, ഹോസ്പിറ്റൽ. ഓക്കെ, നമുക്കിനി അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വരാം കേട്ടോ. ഓക്കെ, അങ്ങനെ ത്രെഡിങ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഞാനവിടെ കുറച്ച് വീഡിയോസുകളൊക്കെ എടുത്തതാണേ. ഷോപ്പൊക്കെ അടയ്ക്കാറായി, വൈകുന്നേരം ആയില്ലേ. അപ്പോൾ പാർലർ അടയ്ക്കാറായി കേട്ടോ. തിരക്കൊക്കെ കുറഞ്ഞു. നമ്മൾ പുരികമൊക്കെ ത്രെഡ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. എങ്ങനെയുണ്ട്? സുന്ദരിയായോ? ഓക്കെ, ഇനി നമുക്ക് സുൽഫിക്ക കുട്ടികളും വേറെ കുറച്ച് പർച്ചേസിന് വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ. അവരെ നമുക്ക് വെയിറ്റ് ആക്കിയിട്ട് നിൽക്കണം. ഇവിടെ നിൽക്കാം കേട്ടോ. കണ്ടോ? ആ സമയത്ത് താഴെ ഒരു ഷോപ്പിൽ ഡിസ്പ്ലേയിൽ വെച്ചിരിക്കുന്ന ചുരിദാറാണ് കേട്ടോ. 3 എണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ ആ 3ഉം. റെഡ് വൈറ്റൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല അടിപൊളി കളക്ഷൻ കേട്ടോ. പിന്നെ കുറേ നെയ്റ്റികളുണ്ട്. പിന്നെ നെയ്റ്റി ഷോള് സെറ്റായിട്ട് വരുന്ന കുറേ ഐറ്റംസ്. പിന്നെ എന്താണ്, കുറച്ച് ചുരിദാറുകൾ കണ്ടോ, ബ്ലൂ കളറ്, അങ്ങനെയുള്ള കുറച്ച് ചുരിദാറുകൾ, നല്ല നല്ല കളറിലുള്ള ചുരിദാർ എല്ലാം ഇവിടെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്. എല്ലാം സൂപ്പറായില്ലേ? അപ്പം ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നോക്കുമ്പോഴേക്കും അവർ അവിടെയൊക്കെ കഴിഞ്ഞ് ഇവിടെ എന്നെ വെയിറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുഴപ്പമില്ലേ? അങ്ങനെ പുരുകൊക്കെ ത്രെഡ് ചെയ്തു കേട്ടോ.
ഓക്കെ. അങ്ങനെ ആലത്തൂറുള്ള ഐശ്വര്യ റായി ആയിനെ. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടത്താം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എൻ്റെ കഴിച്ചതിന് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ശരിയാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പോയി അപ്പോൾ അവരുടെ വർക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യാണ്. കണ്ടോ, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അവർ. അപ്പം എന്നോട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുക. അങ്ങനെ കഴിച്ചതിനൊക്കെ റെഡിയാക്കി കിട്ടിയിട്ടോ. അപ്പോൾ അതിടാണേ. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഇനിയിപ്പോൾ വൈകുന്നേരം ആയില്ലേ, എന്തായാലും നൈറ്റ് ഫുഡൊക്കെ എവിടെന്നെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വണ്ടി നിർത്താനൊന്നും സ്ഥലമില്ല കേട്ടോ. എവിടെയോ കിട്ടിയ സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ച് ഹോട്ടൽ തപ്പിയിട്ട് നടക്കുകയാണ് കേട്ടോ. ഇവിടെയുള്ള ഒരു പുതിയ ഹോട്ടൽ വന്നിട്ടുണ്ട്, അവിടെ കയറാമെന്ന് വിചാരിച്ചു. ഇതുവരെ അവിടേക്ക് പോയിട്ടില്ല. നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ട് അവിടെ നിന്ന്, പക്ഷെ അവിടെ പോയിരുന്ന് ഫുഡ് കഴിച്ചിട്ടില്ല. അവിടെ എല്ലാ ഐറ്റവും ഉണ്ട് കേട്ടോ, മന്തി, അൽഫാം, അതുപോലെ ബിരിയാണി എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഷോപ്പിലോട്ട് പോകാം കേട്ടോ. അപ്പം നമ്മളവിടെ ഷോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മൾ ബിരിയാണി ഓർഡർ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓർഡറൊക്കെ കൊടുത്ത് ഞങ്ങൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്നൊരു പാർക്കിൽ പോകണമെന്നുണ്ട്, പക്ഷെ നേരം വേഗവും ചെയ്തു. ഇനിയിപ്പോൾ അവിടേക്ക് എത്തിപ്പെടാൻ പറ്റുമോ എന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ. അങ്ങനെ ബിരിയാണിയൊക്കെ എത്തി. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണി. കാരണം ചോറൊക്കെ നല്ല വെന്തിട്ട് വേവൊക്കെ കറക്റ്റായിരുന്നു. അപ്പോൾ അടിപൊളിയായിട്ട് ചിക്കൻ ബിരിയാണിയും സംഭവങ്ങളൊക്കെ കഴിച്ച് സെറ്റായി. ഞങ്ങളങ്ങനെ വീട്ടിലേക്കല്ല കേട്ടോ, പാർക്കിലോട്ട് പോവുകയാണ്. പക്ഷേ ആ വീഡിയോ ഒക്കെ എടുത്തിട്ടില്ല. ഒന്നാമത് ഫോണിൽ ചാർജ് കുറവായിരുന്നു. നമ്മൾ ലൈവ് ഇടുകയൊക്കെ ചെയ്തുകൊണ്ട് ആ വീഡിയോ ഒന്നും ഇതിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചങ്ങ് മടങ്ങിയിട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ അത് ചെറിയതായിട്ട് കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ചു എന്ന് മാത്രം. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഒത്തിരി സ്നേഹത്തോടു കൂടി നിങ്ങളിൽ ഒരാളായ ഷെഫി. ഓക്കെ, ബായ്.